പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ദിവസം കൂടി കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രിയമക്കളെ, സത്യവചനത്താൽ, അതായത് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നാം നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമായ വചനം, അതായത് പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എബ്രായർക്ക് ലേഖനം 4:12 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നത്. അത് നമുക്ക് ചൈതന്യം തരുന്നു, നമുക്ക് ജീവൻ പ്രാപിപ്പാൻ ഇടയായിരിക്കുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന മക്കൾക്ക് ഹല്ലേലൂയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:13 പറയുന്നുണ്ട്, അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. പ്രീതിമക്കളെ നോക്കൂ, ഹല്ലേലൂയ, സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ദൈവത്തിൽ നിന്ന് ജനിച്ച കർത്താവിൻ്റെ ആ വചനമാണ് എന്നേക്കും നിലനിൽക്കുന്നതാണ്. യാക്കോബ് അപ്പോസ്തലൻ 1:18 പറയുന്നുണ്ട്, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടേനെ അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ പുത്രൻ ഹല്ലേലൂയ നമ്മെ എന്തിനാണ്? സത്യവചനത്തിൽ തന്നെ നാം നിലനിൽക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൻ്റെ വചനം പല രീതിയിൽ കൂടെയും നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം നിർമ്മലമായതാണ്. സങ്കീർത്തനങ്ങൾ 12:6 പറയുന്നുണ്ട്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. പ്രിയമക്കളെ, യഹോവയുടെ വചനങ്ങൾ നിർമ്മലമായത്, അതായത് യാതൊരു കളങ്കമില്ലാത്തത് എന്നർത്ഥം. കൂടാതെ ഇത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത ആ വെള്ളിക്ക് തുല്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പിന്നീട് ഒരു കീടം നീക്കിക്കളയുവാൻ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവവചനത്തെ ശരണമാക്കുന്ന ഏവർക്കും യഹോവ പരിചയമായിട്ടാണ് ഇരിക്കുന്നത്. ഇവയെ പ്രമാണിച്ചു നടക്കുന്ന വഴികളൊക്കെയും ന്യായവും പ്രവൃത്തികൾ സത്യവുമാകുന്നു. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാണ്. നമ്മിലൂടെ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന ജീവിതങ്ങൾക്കും അത് ഹല്ലേലൂയ പരിശുദ്ധം തന്നെ ആയിത്തീരട്ടെ. ഹല്ലേലൂയ. പ്രിയമക്കളെ, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതും നിർമ്മലമായതും അതുപോലെ തന്നെ സൂക്ഷിക്കുന്ന വചനമാണ്. സങ്കീർത്തനങ്ങൾ 119:6 നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. പ്രിയമക്കളെ, ദൈവവചനത്തിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ മക്കളാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരിടത്തും ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ, അതായത് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഹല്ലേലൂയ അവയെ സൂക്ഷിക്കുന്നവരെ ഒരിക്കലും ലജ്ജിപ്പാൻ അനുവദിക്കില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമ്മൾ ഹല്ലേലൂയ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ആരുടെ മുന്നിൽ ലജ്ജിതരായി തീരുവാൻ ഒരിക്കലും അനുവദിക്കില്ല. ഹല്ലേലൂയ. നാം ലജ്ജിതരാകാതിരിക്കണേ ദൈവത്തിൽ വിശ്വസിക്കണം പ്രിയ മക്കളെ. കൂടാതെ ദൈവവചനം കാത്തു സൂക്ഷിക്കുകയും വേണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഒരു നാളും ലജ്ജിതരാക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് ജീവിപ്പിക്കുന്ന വചനമാണ് പ്രിയ മക്കളെ. സങ്കീർത്തനം 119:50 പറയുന്നു, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഒരു വ്യക്തി കഷ്ടതയിലാകുമ്പോൾ ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കും.
ജീവിക്കും. ഹല്ലേലൂയ. പലരും പലവിധ രോഗത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചവരെ ഹല്ലേലൂയ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവരും കഷ്ടതയും ദുഃഖവും അനുഭവിക്കുമ്പോൾ ആശ്വാസവും ശക്തിയും പ്രത്യാശയും നൽകപ്പെടുന്ന ദൈവിക ശക്തിയാൽ ദൈവിക വചനം പ്രയോജനപ്പെടുന്നു. അത് ശക്തീകരിക്കുന്നു, അത് ബലം പകരുന്നു. ഹല്ലേലൂയ. നമ്മുടെ രോഗവും ദുഃഖവും പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ സഹായമായി തീരുന്നു. നാം പലരിലൂടെ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ തന്നെ സാക്ഷിയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ള വ്യക്തിക്ക് ഹല്ലേലൂയ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയായി തീരുന്നുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയുടെ സമയത്ത് ഹല്ലേലൂയ കർത്താവിങ്കിലേക്കും വചനത്തിലേക്കും നമ്മെ വഴി നടത്തി നമുക്ക് സമാധാനം നൽകി തരുവാൻ ഇടയായി തീരുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ആശ്വാസം കണ്ടെത്തുവാൻ, ജീവിപ്പിക്കുന്ന വചനം നമ്മെ രോഗത്തിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ ഇടയായി തീരുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, അതിവേഗം ഓടുന്ന വചനമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 147:15 പറയുന്നുണ്ട്, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. ഹല്ലേലൂയ. നാം ഒരു കാര്യം ശ്രദ്ധിക്കുക, നാം ഏത് സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നോ, നമ്മോടൊരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ പ്രീതമക്കളെ, നാം ആ വ്യക്തിയെ കാണുന്നില്ല, അറിയുന്നില്ല എങ്കിലും ദൈവസന്നിധി നാം മുഴങ്കാൽ മടക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധി നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ അതിദൂരത്തിരിക്കുന്ന ജീവിതത്തെ വിടുവിക്കുന്നു. അവരുടെ ഹല്ലേലൂയ വിഷയത്തിന് മറുപടി നൽകുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്തുകൊണ്ടാണ് ഓരോരുത്തരും നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? അതായത് ഈ അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം പാഞ്ഞു ചെല്ലുന്ന ഹല്ലേലൂയ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. പിന്മാറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നു. പാപികളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അവരെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരികയും അവരെ സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിവേഗം ഓടുന്ന വചനം. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിന്റെ വചനം, ദൈവം സിംഹാസനത്തിലിരുന്ന് അതിവേഗം ഓടുന്ന വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കുകയും കഷ്ടതയിലിരിക്കുന്നവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വചനം നാം പറയുമ്പോൾ പ്രിയമക്കളെ അവർ ആശ്വാസം കണ്ടെത്തും. ഇന്ന് നമ്മൾ ഹല്ലേലൂയ പലരിലും അതാണ് നടക്കുന്നത്. വളരെ ദൂരത്തിൽ നിന്ന് ഒരു വ്യക്തി നമ്മോട് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ഹല്ലേലൂയ അവരിലുള്ള വിശ്വാസം, നമ്മിലുള്ള വിശ്വാസം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വചനം അതിവേഗം ഓടിച്ചെന്ന് ഹല്ലേലൂയ അവർക്ക് പ്രത്യാശ കൊടുക്കുന്നതാണ്. കഷ്ടതയിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നതാണ്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നാം ഓരോരുത്തരും അതിശക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യണം. അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം ആശ്വസിപ്പിക്കുന്ന വചനമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-4-18 പറയുന്നുണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോൾ ഹല്ലേലൂയ നാം തന്നെ അത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ഇടയായി തീരുന്നുണ്ട്. ദൈവിക വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. നാം ഉണർന്ന് പ്രത്യാശയുള്ളവരായി കർത്താവിന്റെ വരവിനെ നോക്കി ദൈവിക വചനത്താൽ തന്നെത്താൻ ആത്മീയ വർധന വരുത്തി അന്യോന്യം ആശ്വസിക്കുന്നവരായി തീരണം. അതായത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കണം. പ്രിയ മക്കളെ, ആ ആശ്വാസം മക്കൾ കർത്താവിന്റെ വരവിന് വേണ്ടി, കർത്താവിന്റെ വരവ് ഹല്ലേലൂയ നാം എപ്പോഴും അറിയുന്നില്ല, അത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അത് നമ്മൾ ഹല്ലേലൂയ അന്യോന്യം ഹല്ലേലൂയ നാം നമ്മിൽ തന്നെ ആശ്വാസം കണ്ടെത്തണം. കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോട് ഒത്തൊരുമിച്ച് നമുക്കുമായി തീരുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പല രീതിയിലും ഓരോരുത്തരെയും ഹല്ലേലൂയ ജീവിപ്പിക്കുന്നുണ്ട്. അത് ബലം പകരുന്നുണ്ട്. ഹല്ലേലൂയ അത് ശുദ്ധി ചെയ്തതായതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ഹല്ലേലൂയ പാപത്തിന്റെ വഴികളിൽ നിന്ന് നമ്മെ ഹല്ലേലൂയ കർത്താവിലേക്ക് കൊണ്ടുവരുവാനൊക്കെ ഇടയായിത്തീരുന്നു. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യം പകർന്നു തരുന്നതാണ്. ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി നമുക്കായിത്തീരാം. ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി നമുക്കായിത്തീരാം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഹല്ലേലൂയ ഓരോ മക്കളും വചനം പഠിച്ച് ഹല്ലേലൂയ നിശ്ചയമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഏത് സാഹചര്യത്തിൽ ഓരോ മക്കളുമായിരിക്കുന്നു അതിവേഗം ഓടുന്ന ദൈവവചനത്താൽ ഓരോ മക്കളെ ആശ്വസിക്കണമേ. ഹല്ലേലൂയ
ഹല്ലേലൂയ. ആശ്വാസത്താൽ ഓരോ മക്കളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.